ഇപ്പം ഇതാണല്ലോ ട്രെൻഡ്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ പേഴ്സൺ, നോട്ട് ദി പോയിന്റ്, ഒരു നോർമൽ പേഴ്സൺ ആസ് സൂൺ ആസ് പോസിബിൾ ഇൻ വിച്ച് ഏജ് അയാൾക്ക് CA പാസ്സാവാൻ പറ്റുമെന്ന് നോക്കിയാലോ. CAയിലേക്ക് എൻ്റർ ചെയ്യാൻ നോർമലി 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് +2, മറ്റൊന്ന് ഡയറക്റ്റ് എൻട്രി, അതായത് ഡിഗ്രി, CMA, ഇൻ്റർ, സോ ഇതിലെ ഏർലിയസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് +2. സോ നമുക്ക് അത് ത്രൂ തന്നെ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. 2027 മാർച്ചിൽ +2 പാസ്സാവുന്ന ഒരു കുട്ടിക്ക് നോർമലി 17-18 വയസ്സായിരിക്കും. ആ കുട്ടി ഇത് നെക്സ്റ്റ് മെയ് 1 മുമ്പായിട്ട് CA ഫൗണ്ടേഷൻ, CAൻ്റെ ആദ്യത്തെ ലെവല് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് വരുന്ന സെപ്റ്റംബർ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. മെയ് 1 മുമ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ 2028 ജനുവരിയിലായിരിക്കും ആദ്യത്തെ ഫൗണ്ടേഷന് ഫസ്റ്റ് അറ്റംപ്റ്റ് വരാം. ബട്ട് നിങ്ങളെ പോലത്തെ ഡെഡിക്കേറ്റഡായി CA ആവണമെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് +2 എക്സാം കഴിയുന്നതിന് മുമ്പ്, അതായത് 2027 ജനുവരിയിൽ തന്നെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ, അങ്ങനെ അവൻ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ മാർച്ചിൽ അവൻ്റെ +2 എക്സാമും നെക്സ്റ്റ് മെയ്യിൽ തന്നെ അവൻ്റെ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാമും നടക്കും. ബട്ട് അതിനുശേഷം എന്ന +2 റിസൾട്ടിന് അവൻ പാസ്സാവണം. അപ്പോൾ മെയ്യിൽ അവൻ +2 പാസ്സാവുന്നു, ജൂലൈയിൽ ഫൗണ്ടേഷൻ പാസ്സാവുന്നു. അങ്ങനെ അവൻ്റെ 17ാമത്തെ അല്ലെങ്കിൽ 18ാമത്തെ വയസ്സിൽ തന്നെ CAൻ്റെ സെക്കൻഡ് ലെവലായ ഇൻ്റർമീഡിയറ്റിലേക്ക് അവൻ എത്തുന്നു. വീണ്ടും അവിടുത്തെ 8 മന്ത് കമ്പൽസറി സ്റ്റഡി പീരീഡിന് ശേഷം 2028 മെയ്യിൽ അവൻ്റെ ഇൻ്ററിൻ്റെ ഫസ്റ്റ് എക്സാം. ആ ഫസ്റ്റ് എക്സാമിന് ശേഷം നെക്സ്റ്റ് ജൂലൈയിൽ അവൻ ബോത്ത് ഗ്രൂപ്പ് പാസ്സാവുകയും അതേപോലെ തന്നെ CAൻ്റെ 4 വീക്സ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അവൻ്റെ 18 അല്ലെങ്കിൽ 19ാമത്തെ വയസ്സിൽ അവൻ 2 ഇയേഴ്സ് കമ്പൽസറി ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നു. വാട്ട് എ നൈസ് പ്ലാൻ യാ. 2030 ഓഗസ്റ്റിൽ, അതായത് അവൻ്റെയോ അവളുടെയോ 20ഓ 21ാമത്തെ വയസ്സിൽ അവൻ്റെ 2 ഇയേഴ്സ് ആർട്ടിക്കിൾഷിപ്പ് എന്താവുന്നു, കംപ്ലീറ്റ് ആവുന്നു. അതിനുശേഷം ICAൻ്റെ കമ്പൽസറി 6 മന്ത് സ്റ്റഡി പീരീഡ്. ഇതിൻ്റെ ഇടയിൽ അവൻ ICA തന്നെ 4 വീക്സ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസും 4 ഓൺലൈൻ എക്സാം മൊഡ്യൂൾസും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് 2031 മെയ് അറ്റംപ്റ്റിൽ അവൻ്റെ ഫൈനൽ എക്സാം അവൻ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2031 ജൂലൈയിൽ വരുന്ന റിസൾട്ടിൽ അവൻ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ടഫസ്റ്റ് എക്സാം പാസ്സാവുകയും അവൻ്റെ 21ാമത്തെയോ 22ാമത്തെയോ വയസ്സിൽ അവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുന്നു. സോ +2 നിങ്ങൾ 17 വയസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് എല്ലാ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയാണെങ്കിൽ 21ാമത്തെ വയസ്സിൽ തന്നെ നിങ്ങൾക്ക് ആരാവാം, ഇന്ത്യയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ഇവരൊക്കെ